എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ. ഒരു ഭാഗത്ത് യുദ്ധത്തിലേക്ക് എല്ലാ സന്നാഹങ്ങളും പടക്കോപ്പുകളും തയ്യാറാക്കുമ്പോൾ മറുഭാഗത്ത് സംഭവിച്ച ഗുരുതര വീഴ്ചയ്ക്ക് ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് നേരിടുന്നത് എന്ന് കരുതി ഒരാഴ്ച മുൻപ് കാശ്മീരിന്റെ സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി കാശ്മീരിലേക്ക് പോയതാണ്. ഇതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും രാജ്യത്തെ സുരക്ഷാ സേനയ്ക്ക് കിട്ടിയിട്ടും എങ്ങനെ 22 കിലോമീറ്ററുകൾ ആയുധവുമായി വന്ന് ഭീകരർ കൊല ചെയ്തു മടങ്ങി? ഇത് ചോദിക്കേണ്ടുന്ന ചോദ്യം തന്നെയാണ്. അല്ലാതെ ശശി തരൂർ പറയുന്നത് പോലെ ഇതൊക്കെ സർവ്വസാധാരണമാണ്, സുരക്ഷാ വീഴ്ചയൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് രാജ്യം ഭരിക്കുന്നവർക്ക് പറ്റിയ പിഴവിന് വളം വെക്കലാണ്. തരൂർ കോൺഗ്രസിനകത്ത് തന്നെയാണ്, അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ നിർണായകമായ സമയത്തെടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിനെ തകിടം മറിക്കുകയാണ്. പക്ഷേ ഇവിടെ ഭീകരാക്രമണം നടന്ന് 5 ദിവസം പിന്നിടുമ്പോഴും കോൺഗ്രസിന്റെ പെൺപുലിയായ പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളോടായി ഒരു ആശ്വാസ വാക്കുപോലും പറഞ്ഞതായി ഒരു മാധ്യമത്തിലും കണ്ടില്ല. സർവകക്ഷി യോഗത്തിൽ മോദിയുടെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടതുപോലെ തന്നെ പ്രിയങ്ക ഇല്ലാതെ പോയതും അത്ര നന്നല്ലാത്ത കാര്യമാണ്. കാരണം ഇന്ദിരയുടെ കൊച്ചുമകളിൽ നിന്നും ഇതല്ല രാജ്യം പ്രതീക്ഷിച്ചത്. ജൂനിയർ ഇന്ദിര എന്ന് വിളിക്കാൻ പോലും കാരണം ഇന്ദിരയുടെ ചടുല നീക്കം പ്രിയങ്കയിലും ഉണ്ടാവുമെന്ന് കരുതിയാണ്. പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ മുഖമാണ് പ്രിയങ്ക. അവരുടെ അസാന്നിധ്യം രാജ്യത്തെ സ്ത്രീകളെ അനാഥരാക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ വഖഫ് ബിൽ ലോക്സഭാ ചർച്ചയ്ക്കെടുത്തപ്പോൾ തൊട്ട് പ്രിയങ്കയെ കാണാനില്ല. വളരെ ഗൗരവകരമായ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തിൽ പ്രിയങ്ക ആ വഴിക്ക് വന്നിട്ടേയില്ല. അപ്പോൾ വിദേശത്തേക്ക് പോകുകയാണുണ്ടായത്. ബന്ധുവിന്റെ അസുഖം മൂലം എന്ന് പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ രാജ്യം ഇന്ന് വരെ കാണാത്ത തരത്തിൽ രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരക്ഷരം പറയാൻ സാധിക്കാത്ത പ്രിയങ്ക കോൺഗ്രസിനെ കളങ്കപ്പെടുത്തുകയാണ്. ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇഡി പൊക്കിയപ്പോൾ തൊട്ട് വാ മൂടിക്കെട്ടിയതാണ് പ്രിയങ്ക. എന്തായാലും ഒരു വശത്ത് പ്രിയങ്ക, മറുവശത്ത് തരൂർ. എല്ലാം കൊണ്ടും കോൺഗ്രസ് വല്ലാത്ത പോക്കാണ് ഇപ്പോൾ പോകുന്നത്.